ഈ ഡോക്ടർ ഹാരിസിന്റെ വിഷയം ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ ചർച്ചയാവുകയാണ്. സാധാരണഗതിയിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയാണ് സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇപ്പോൾ വീണ ജോർജിനെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഹാരിസിന്റെ ചില പരാമർശങ്ങൾ വന്നിരുന്നത്, ഒരു തുറന്നു പറച്ചിൽ വന്നിരുന്നത്. അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്നോണം ആയിരിക്കുമോ ഇപ്പോൾ ഹാരിസിനെതിരെ നടപടിയെടുക്കണം, ഹാരിസ് മനഃപൂർവ്വം കള്ളം പറഞ്ഞു എന്ന രീതിയിൽ സർക്കാർ നീങ്ങുന്നത്? ഈ ഹാരിസിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ, ഹാരിസിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും കേട്ടാൽ ഏതൊരു മനുഷ്യനും കൃത്യമായി മനസ്സിലാകും അയാളൊരു മനുഷ്യസ്നേഹിയായ ഡോക്ടറാണ്. ഇന്നുവരെ കൈക്കൂലി മേടിക്കാത്ത, പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താത്ത, വേണ്ടി വന്നാൽ 24 മണിക്കൂറും സർക്കാർ സേവനം ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഹാരിസ്. ഇന്നലെ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഹാരിസിനെ ഒന്ന് വെറുതെ വിടൂ. മന്ത്രിയോട് ഞാൻ ചോദിക്കണം, ആരാണ് മന്ത്രി വെറുതെ വിടേണ്ടത്? നിങ്ങളല്ലേ അയാളെ കൂച്ചുവലം കിട്ടിയിരിക്കുന്നത്, അയാൾക്കെതിരെ നടപടികൾ എടുക്കാൻ പോകുന്നത്? കാരണം ഭരണകൂടത്തെ അയാൾ മോശമായി ചിത്രീകരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. അയാൾ സത്യം പറഞ്ഞതാണോ തെറ്റ്? നിങ്ങളുടെ കീഴിൽ, അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ കീഴിൽ, ഭരണ നേതാക്കളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സത്യം പറയാൻ പാടില്ല. ഇതല്ലേ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം? ഇന്ന് ഹാരിസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അന്വേഷണ സമിതി, വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ട് കൊടുത്തു അത്രേ. അവിടെ ചില ഉപകരണങ്ങൾ കാണാനില്ല, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചില ഉപകരണങ്ങൾ കാണാനില്ല, മോഷണം പോയിരിക്കുന്നു. അത് ഒരു നടപടിക്ക് കാരണമായിട്ട് ഹാരിസിൻ്റെ തലയിലേക്ക് വെക്കുകയാണ്. ഡോക്ടർ ഹാരിസ് പറയുന്നു, അവിടെ ഒരു സാധനവും പോയിട്ടില്ല, അവിടെ മോഷണം പോയിട്ടില്ല, എല്ലാം അവിടെ ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട് മൂലയ്ക്ക് വെച്ചിരിക്കുന്നു? ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്നവർ അവിടെ ഇല്ല, അതിന് പരിശീലനം കിട്ടിയവരില്ല. ഡോക്ടർ ഹാരിസ് തുറന്നു പറയുകയാണ്, ഒരു മനുഷ്യനെയാണ് ആ ഉപകരണത്തിലൂടെ ചികിത്സിക്കാൻ ശ്രമിച്ചത്. ആ മനുഷ്യൻ മരണാസന്നനായി. എന്താണെന്ന് വെച്ചാൽ ആ ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന ആൾക്ക് പരിചയക്കുറവുണ്ടായിരുന്നു. അതിനുശേഷം ഒരു രോഗിയെപ്പോലും ആ ഉപകരണത്തിലൂടെ പരിശോധിച്ചിട്ടില്ല, ആ ഉപകരണം ഉപയോഗിച്ചിട്ടില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നു, നിങ്ങൾ സർക്കാർ അതിന് പ്രാപ്തരായവരെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡോക്ടേഴ്സിനെ വിട്ട് അതിനൊരു പരിശീലനം കൊടുക്കൂ. അതിന് നിങ്ങൾ തയ്യാറാവാതെ എന്തെങ്കിലുമൊക്കെ നടപടിയെടുക്കാൻ വേണ്ടി മോഷണം പോയി എന്ന് പറയുക. ഈ വിദഗ്ധ സമിതിക്ക് ഈ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാമോ? എന്ത് സാധനമാണ് മോഷണം പോയത്? നിങ്ങളത് അന്വേഷിച്ചു? ഒന്നുമില്ല. ഇത് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, അയാളെ വെറുതെ വിടാൻ പാടില്ല. ആ ഡോക്ടർ സർക്കാരിനെ അവമാനിച്ചിരിക്കുന്നു, അപ്പോൾ അയാളുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുക്കണം. എന്നിട്ട് മന്ത്രി പറയുകയാണ്, ഡോക്ടർ ഹാരിസിനെ വെറുതെ വിടൂ. മാധ്യമ സൃഷ്ടിയാണത്രേ ഇത്. ആ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്, ഇവിടെ സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾ അറിഞ്ഞു. പണ്ടായിരുന്നെങ്കിൽ ഈ സർക്കാർ പറയുന്നത് മാത്രം പ്രിന്റ് മീഡിയയിലൂടെ പുറത്തു വന്ന് ജനങ്ങൾ അറിയാതെ പോകുമായിരുന്നു. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ആ മനുഷ്യനെതിരെ, ആ ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആ മനുഷ്യൻ്റെ പിന്നിൽ അണിനിരക്കും. ഇത് അടുത്ത ഇലക്ഷനിൽ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളത് സത്യമാണ്. അത് വീണ ജോർജിനും അറിയാം, പിണറായിക്കും അറിയാം, എല്ലാ മന്ത്രിമാർക്കും അറിയാം, CPM-നും അറിയാം. അതിനെതിരെ എങ്ങനെയെങ്കിലും ഒരു തടയിടാൻ വേണ്ടിയാണ് ഇപ്പോൾ വീണ ജോർജ് ശ്രമിക്കുന്നത്. ഇതിൽ പിണറായി വിജയനല്ല മറുപടി പറയുന്നത്, വീണ ജോർജാണ്. ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും തികഞ്ഞ പരാജയമായിരുന്നു വീണ ജോർജ് എന്നുള്ളത് ഈ സമൂഹത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ്. മുൻ മന്ത്രി ശൈലജ ടീച്ചർ എത്ര മനോഹരമായിട്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്, ആ സെക്ഷൻ കൊണ്ടുപോയിരുന്നത്. ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ 5 സ്റ്റാർ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ഇത്തവണയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. അപ്പോൾ ചില പടലപ്പിണക്കങ്ങളുടെ പേരിലോ അങ്ങനെ ആരും ഷൈൻ ചെയ്യേണ്ട എന്നുള്ള ചിലരുടെ തീരുമാനത്തിൻ്റെ പുറത്തോ അവരെയൊക്കെ മാറ്റി നിർത്തി. അവർ സൈലൻ്റായിപ്പോയി. കാരണം പാർട്ടി സംവിധാനം അങ്ങനെയാണ്. ഇപ്പോൾ പാർട്ടി സംവിധാനത്തിൽ ഏറ്റവും വലിയ മേലധികാരി മഹാരാജാവ് പറയുന്നു, പ്രജകൾ അനുസരിക്കുന്നു. അത് വോട്ടർമാരും പ്രജകളാണ്, ഉദ്യോഗസ്ഥരും പ്രജകളാണ്, മറ്റ് മന്ത്രിമാരും, എന്തിന് രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം പ്രജകൾക്ക് തുല്യമാണ്. പ്രജ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവർ. ആർക്കും അഭിപ്രായം പറയാൻ പറ്റില്ല. അഭിപ്രായം പറഞ്ഞാൽ അവന് ഇപ്പോൾ ഈ ഹാരിസിന് സംഭവിച്ചതാണ്. തുറന്നു പറഞ്ഞു. കാരണം ജനങ്ങളെ സ്നേഹിക്കുന്നുമുണ്ട്. ജനങ്ങൾക്ക് അവിടെ പ്രയോജനം കിട്ടുന്നില്ല. അത് തുറന്നു പറഞ്ഞ ഹാരിസിനെ
ഇങ്ങനെ വേട്ടയാടുന്നത് സർക്കാരാണ്. എന്നിട്ട് അതേ സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി വന്നിരുന്ന് പറയുകയാണ് ഹാരിസിനെ വെറുതെ വിടൂ. ആ മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് മന്ത്രിയെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആരാണ് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നത്? നിങ്ങളല്ലേ ആ വിലങ്ങ് അഴിച്ചു കൊടുക്കേണ്ടത്? ആ മനുഷ്യൻ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ സംസാരിക്കാനോ അനുവദിക്കണ്ടേ? നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അനുവാദം നിഷേധിക്കുകയാണോ? ഡോക്ടർ ഹാരിസ്, ജനങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. നിങ്ങൾ ഒറ്റയാൾ പട്ടാളമായിട്ടാണെങ്കിലും നിങ്ങൾ തുടരുക. അതാണ് ജനങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജനങ്ങളുടെ പ്രതിനിധിയായിട്ടല്ല ഞാൻ എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ പറയുന്നത്. ഞാൻ ഒട്ടനവധി സാധാരണക്കാരുമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നവരാണ്. ഇന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം, ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്ന നിത്യവൃത്തിക്ക് പണിയെടുക്കാൻ പോകുന്നവർ വരെ അവർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നു. അങ്ങനെ ഒട്ടനവധി ആൾക്കാരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇത് പറയുന്നത്. ഡോക്ടർ ഹാരിസ്, നിങ്ങൾ മനുഷ്യസ്നേഹിയാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ ഒപ്പമുണ്ട് എല്ലാവരും. ഈ ഹാരിസിനോട് പ്രതികാര നടപടി എടുക്കുമ്പോൾ അതിനെതിരെ ഒരു സമരം മുഖത്തേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ ഡോക്ടർമാരുടെ സംഘടന. അങ്ങനെ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധിക്കായിരിക്കും ഈ സർക്കാരിൻ്റെ തീരുമാനത്തോടെ അത് തുടക്കമാകുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിക്കും ഞാൻ പറയുന്നത് ഈ ഡോക്ടേഴ്സ് സമരം ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം ഏതൊരു മനുഷ്യനും ഏതൊരു നിമിഷവും രോഗബാധിതനായി മാറാം. അടിയന്തര ചികിത്സ കിട്ടേണ്ട സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ സമരം ചെയ്യാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ നിരന്തരമായി സർക്കാർ പീഡനം തുടർന്നാൽ അവരെന്ത് ചെയ്യും? അവർക്ക് പ്രതികരിക്കണ്ടേ? ആ പ്രതികരിക്കണമെങ്കിൽ സമരം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർമാർ സമരം ചെയ്യുന്നത് പല രീതിയിൽ സമരം ചെയ്യാം. നമ്മൾ ജപ്പാനിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂടുതൽ സമയം ജോലി ചെയ്തുകൊണ്ട് സമരം ചെയ്യുക. ഞാൻ ഈ സമരമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പണിമുടക്കാണെങ്കിൽ അത് ഡോക്ടർമാർ ചെയ്യരുത്. അതല്ലാതെ നിങ്ങൾ മറ്റൊരു സമരമുറ സ്വീകരിക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് ആശുപത്രിയിൽ വന്ന് കൂടുതൽ സമയം ചികിത്സിച്ചുകൊണ്ട് അവിടെ വരുന്ന സാധാരണക്കാരെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത പറഞ്ഞ് മനസ്സിലാക്കണം. അതായിരിക്കണം നിങ്ങളുടെ സമരമുറ. അവിടെ വരുന്നത് സാധാരണക്കാരാണല്ലോ. പല രാഷ്ട്രീയ വിശ്വാസികളുണ്ടാവും, കൊടിയ CPM വിശ്വാസികളുണ്ടാവും, കൊടിയ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരുണ്ടാവും. നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജോയി മാത്യുവിനോട് ചോദിച്ചു, ഒരു കാര്യം സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ തീവ്ര ലെഫ്റ്റാണ്, തീവ്ര ഇടതുപക്ഷക്കാരനാണ്, പക്ഷേ CPM-കാരനല്ല. എന്ന് വെച്ചാൽ ഈ CPM-കാർ മാത്രമാണ്, അല്ലെ CPI-കാരാണ്, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ഇടതുപക്ഷമെന്ന് ധരിച്ച് വശായിരിക്കുന്ന ഒരു വിഭാഗം വിഡ്ഢികളുണ്ട്. അല്ല, മനസ്സിലാണ് ഇടതുപക്ഷം, അവരുടെ പ്രവർത്തികളിലാണ് ഇടതുപക്ഷം പ്രതിധ്വനിക്കേണ്ടത്. അല്ലാതെ CPM-ലോ CPI-ലോ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടല്ല. അതിൽ മെമ്പർഷിപ്പ് എടുത്ത എത്രയോ വലതുപക്ഷക്കാരുണ്ട്, എത്രയോ ജനങ്ങളെ ദ്രോഹിക്കുന്നവരുണ്ട്. ജനങ്ങളെ ദ്രോഹിക്കുകയും സമ്പന്നവർഗത്തെ കൂട്ടുപിടിക്കുകയും സമ്പത്തുണ്ടാക്കുകയും ശ്രമിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും ഈ ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളെ കാണാൻ പറ്റുന്ന സാധാരണക്കാരോട് പറയുക, ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, നിങ്ങൾ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ കൃത്യമായി മരുന്നില്ല, കൃത്യമായി ഉപകരണങ്ങളില്ല, കൃത്യമായി ഇവിടെ ചികിത്സാ സൗകര്യങ്ങളില്ല. ഇത് നിങ്ങൾ ആ രോഗികളോട് പറയണം. പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവർ നാളെ ഈ വിരലിൽ മഷി പുരട്ടാൻ പോകുമല്ലോ. അപ്പോൾ അവർ കൃത്യമായി ഇതിന് പ്രതികരിക്കും. അടുത്ത വരുന്ന സർക്കാർ അവരും ഇത്തരണത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് മാറ്റി ചിന്തിക്കാം. അതല്ലാതെ ഇത്തരണത്തിൽ മറ്റൊന്നും പറയാനില്ല. ഡോക്ടർ ഹാരിസ് ചെറക്കലിന് എല്ലാ നന്മകളും നേരുന്നു. അഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.